ഹായ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കും. നമുക്കും സുഖം തന്നെ. പിന്നെ എന്തുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാം മഴയുണ്ടായിരുന്നു. നമുക്ക് ഒരു ദിവസം നല്ലൊരു മഴയേനും, കാറ്റും മഴയും ഇടിയും മിന്നലെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദിവസം നല്ല സുഖേനും കിടന്നുറങ്ങാൻ നല്ല തണുപ്പുള്ളതുകൊണ്ട് ഇപ്പം പിന്നെ ആദ്യം തുടങ്ങി ചൂടായിട്ട് അകത്തും പുറത്തൊന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോഴത്തേക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നതാണ്. പിന്നെ നമ്മളെ വീഡിയോയിൽ കമൻറ്റും അതെല്ലാം ഇടുന്ന ഞാൻ അപ്പൂട്ടിക്ക് വായിച്ചു കൊടുക്കലുണ്ട്. ഓന് ഇഷ്ടമാണ് ഇത് കേൾക്കാൻ. എല്ലാവരും അപ്പൂട്ടിനെ കൊണ്ട് നല്ല നല്ല പറയുമ്പോൾ അപ്പൂട്ടിക്ക് കേൾക്കാനും ഇഷ്ടമാണ്. അന്നേരം ഒരു ചിരിയുണ്ട് അപ്പൂട്ടിക്ക് കേൾക്കുമ്പോൾ തന്നെ, സന്തോഷത്തോടെയുള്ള ചിരി. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ആയി, എൻ്റെ ചോറെല്ലാം ആയി കേട്ടോ. അങ്ങനെ മീൻ ഏട്ടേനും കിട്ടിയത്. കുഞ്ഞാപ്പൂ അച്ഛനും കൂടി രാവിലെ തന്നെ ടൗണിൽ പോയിട്ട് മീനും വാങ്ങിക്കൊണ്ടുവന്ന്. അങ്ങനെ മീൻ മുറിച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് കഴുകേണ്ട പണിയേ ഉണ്ടായിട്ടുള്ളൂ. അല്ലേ അത് മുറിക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടിയുണ്ടാവും. അതിൻ്റെ തലഭാഗമെല്ലാം മുറിച്ചെടുക്കുക. അങ്ങനെ മുറിച്ചിട്ട് തന്നെയാണ് വാങ്ങിയത്. അങ്ങനെ മീൻ പൊരിക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള നോക്കുമ്പോൾ ഗ്യാസും തീർന്നു പോയി. ഗ്യാസ് തീർന്നതുകൊണ്ട് അടുപ്പിൽ തന്നെ വെക്കേണ്ടി വന്ന്. അങ്ങനെ ഒരു നോൺ സ്റ്റിക്കിലാണ് ഞാൻ മീൻ പൊരിക്കാൻ വെച്ചത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്തിൻ്റെ ബട്ടാണ് ഈ നോൺ സ്റ്റിക്ക്, നല്ലൊരു നോൺ സ്റ്റിക്ക് ഗ്യാസ് അടുപ്പുമേൽ വെച്ചത് എന്നുള്ളത്. കാരണം വേറെ ഒരു നോൺ സ്റ്റിക്കിന്, ഇത് പഴയൊരു നോൺ സ്റ്റിക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് അടുപ്പിൽ വെച്ചത്. പുതിയത് അവിടെ തന്നെയുണ്ട്. പുതിയ നിങ്ങൾക്ക് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചു തന്നെ. നിങ്ങൾ വിചാരിക്കും നല്ല നോൺ സ്റ്റിക്ക് അടുത്ത് വെച്ചതെന്നുള്ളത്. അങ്ങനെ മീൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മറച്ചിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടാൽ തണിഞ്ഞാൽ മാത്രമേ അത് മറച്ചിടാൻ പറ്റും. ചൂടോടെ ആകുമ്പോൾ അതെല്ലാം പൊട്ടി പോവും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് മറച്ചിട്ട് കിട്ടുകയും ചെയ്ത്. അതിൻ്റെ അടിഭാഗം കൂടി ആവാൻ വേണ്ടി ഒന്നുകൂടി അടുപ്പിൽ വെക്കാം നമുക്ക്. അങ്ങനെ അപ്പൂട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അപ്പൂട്ടീൻ്റെ അടുത്ത് പോകും കേട്ടോ. ഞാൻ അടുക്കളയിൽ പണിയോ ഒരു വിധമെല്ലാം ഒരുങ്ങിയാൽ പിന്നെ അപ്പൂട്ടീൻ്റെ അടുത്ത് പോയിട്ട് അപ്പൂട്ടീനോട് ഇങ്ങനെ എന്തെങ്കിലും പറയുകയും ഉമ്മം കൊടുക്കുകയും തലോടും എല്ലാം ചെയ്യും. അത് അപ്പൂട്ടിക്കൊരു സന്തോഷമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൂട്ടി ആ സന്തോഷത്തോടെയുള്ള ചിരി കാണുമ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷം തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സമയവും അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയെല്ലാം ചെയ്യുന്നു. അങ്ങനെ നമ്മളെ മീൻ വെച്ചത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീനിനെ കുറച്ച് ബാക്കിയുള്ള മീനിനെ പുളിയും മുളകും ഇടേണ്ട പരിപാടിയിലാണ്. അങ്ങനെ ഉള്ളിയും തക്കാളിയും, ഉള്ളി ഇടൂല കേട്ടോ, തക്കാളിയും പച്ചമുളകും ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചിടാൻ നോക്കുന്ന പരിപാടിയിലുള്ളത്. കുഞ്ഞാപ്പൂ അച്ഛനും പീടികയിൽ പോയ സമയത്താണ് കുറച്ച് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുവന്നത്. അത്രയും പച്ചക്കറി വേണം കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങൂ. പിന്നെ മുരിങ്ങക്കായ് എല്ലാം ഇവിടെ ഉണ്ട്. ഒരു സാമ്പാർ വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ് എല്ലാം ഇവിടെ ഉണ്ട്. എന്നാലും എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. സാമ്പാർ വെക്കുമ്പോൾ ഞാൻ ഉള്ള കഷ്ണമെല്ലാം ഒപ്പിച്ചിട്ട് സാമ്പാർ വെക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മൾ മീൻ പുളിമുളക് ഇടേണ്ട പരിപാടിയിലുള്ളത്. പുളിമുളക് ഇട്ട് അപ്പൂട്ടി കൂട്ടുമോയെന്ന് അറിയില്ല. ഞാൻ അപ്പൂട്ടിയോട് ചോദിച്ച് നോക്കി എന്നാൽ ചെയ്യാം, പുളിമുളക് ഇട്ട് കൂട്ടുമോ എന്നുള്ളത്. അന്നേരം എനിക്കൊരു ഐഡിയ തോന്നി. കുറച്ച് മല്ലിപ്പൊടി കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടാൽ അപ്പൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം. മല്ലിപ്പൊടീൻ്റെ ചൊയ്യുള്ളത് ചിക്കൻ കറീൻ്റെ ഏകദേശമായി വരുമല്ലോ ആ ചൊയ്യുള്ളത് കൊണ്ട്. അങ്ങനെ ഞാൻ തക്കാളിയും പച്ചമുളകെല്ലാം കൂടി മുറിച്ചിടാൻ നോക്കുന്നതാണ്. പിന്നെ പുറത്ത് ഒരു കാറ് കണ്ടിട്ടില്ല, അത് നമ്മളെ കാറിലാണ്, തെറ്റിദ്ധരിക്കേണ്ട, നമ്മളെ കാറിലാണ് കേട്ടോ. അടുത്തുള്ള ഒരു വീട്ടിലുള്ള കാറാണ്. അവരെ വീടിൻ്റെ റോഡ് പണി എടുക്കുന്നതുകൊണ്ട് കാറ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളെ വീട്ടിലേക്ക് വെച്ചത് കേട്ടോ. അങ്ങനെ മീൻ പുളിമുളക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ രീതിയിലാക്കുന്നതാണ് കേട്ടോ. കടുവെല്ലാം പൊട്ടിച്ച് കുറച്ച് ഉലുവയെല്ലാം ഇട്ടിട്ട് മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അങ്ങനെ വെക്കലില്ല. ഞാൻ ആദ്യമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളിമുളക് ഇട്ടതിനേക്കാണ് രസമുണ്ട്. അങ്ങനെ അപ്പൂട്ടീനെ ഞാൻ എടുത്തിട്ട് ഇരുത്തിയിട്ടാളെ ചോറ് തിന്നേണ്ട പരിപാടിയിലാളെ. കുഞ്ഞാപ്പൂവും വന്നിട്ടാളെ. കുഞ്ഞാപ്പൂ എന്തെല്ലോ കുത്തൊക്കെ കളിക്കുന്നുണ്ട്. അതിൻ്റെ അടുക്കാന്ന് അച്ഛൻ പറഞ്ഞ ചമ്മന്തി ഉണ്ടാക്കണം. എന്ത് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഞാനറിയില്ല. അച്ഛൻ ഉള്ളിയെല്ലാം ഉണ്ട് വാട്ടിയെടുക്കുന്നത്. കുഞ്ഞാപ്പൂനോട് എന്തോ കാര്യം പറഞ്ഞാലും കുഞ്ഞാപ്പൂവിനെ അടിക്കാൻ വായുമ്പോഴാണ് കുഞ്ഞാപ്പൂ ഓടുന്നത് കേട്ടോ. അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി ഇന്ന് ഇലയിലാണ് നമ്മളെല്ലാവരും ചോറുന്നത്. അങ്ങനെ എല്ലാവരും ഉള്ള ദിവസം നമ്മളധികം ഇങ്ങനെയാണ് തിന്നുക കേട്ടോ. അങ്ങനെ നമ്മളെ ചോറെല്ലാം റെഡിയായി. ഇന്നത്തെ ഇത്രയും വിശേഷങ്ങളുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണേ.